Yes, good morning, good morning, dear learners. നമ്മൾ ഇവിടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ലാസ്റ്റ് 2 ബ്ലോക്സിൻ്റെ ക്രാഷ് കോഴ്സാണ്. അതായത് 5 and 6 ബ്ലോക്കാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് വളരെ കുറച്ച് പരിചിതമുള്ള ഒരു ടോപ്പിക്കൊക്കെയാണ് ഇവിടെ വരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഡെമോക്രസിയാണ്. ഡെമോക്രസിയെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. We will be discussing what are the points mentioned here in these 2 blocks. Understanding democracy. അതിൽ ഡിഫൈൻ ഡെമോക്രസി എന്നൊരു ടേം നമുക്ക് നോക്കാം. ഡിഫൈൻ ഡെമോക്രസി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ഡിഫൈൻ ഡെമോക്രസി? ജനാധിപത്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. എന്നിരുന്നാലും ഐ വിൽ ഗിവ് യു എൻ എക്സ്പ്ലനേഷൻ. പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓർ ക്രൂഷ്യൽ റോൾ ഇൻ എനി സൊസൈറ്റി. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സങ്കല്പമാണ്. ഇറ്റ് എംപവേഴ്സ് പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻസ് ദാറ്റ് ഷേപ്പ് ദെയർ ലീവ്സ്. ഇപ്പോൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ്, അതായത് പങ്കാളിത്തമാണ് ഈ ഡെമോക്രസിയിൽ ഉറപ്പുവരുത്തുന്നത്. ഡെമോക്രസി എൻഷുവേഴ്സ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. നീതിയും അതുപോലെ തന്നെ തുല്യതയൊക്കെ ഡെമോക്രസിയുടെ ഭാഗമാണ്. മാത്രമല്ല ഡെമോക്രസി മീൻസ് പീപ്പിൾ ഹാവ് ദ പവർ ടു ചൂസ് ദെയർ ലീഡേഴ്സ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഡെമോക്രസിയിൽ എന്തുണ്ട്? ജനങ്ങൾക്ക് അവരുടെ ലീഡേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള, ഇലക്ഷൻ വഴി ചൂസ് ചെയ്യാനുള്ള, തിരഞ്ഞെടുക്കുവാനുള്ള പവർ ഉണ്ട്. അതുപോലെ തന്നെ ഓൾ സിറ്റിസൺസ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. തീരുമാനമെടുക്കുന്നതിലും എല്ലാ വ്യക്തികൾക്കും എന്തുണ്ട്? തുല്യമായ അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അബ്രഹാം ലിങ്കൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞുള്ളൊരു ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഡെമോക്രസി നമുക്ക് ഈ രീതിയിൽ ഡെമോക്രാറ്റിക് അപ്രോച്ച് നമ്മൾ എല്ലാ സമൂഹത്തിലും കാണുന്നുണ്ട്. ഡെമോക്രാറ്റിക് അപ്രോച്ച് ഒരു സ്ഥാപനത്തിലാണെങ്കിലും ജനാധിപത്യപരമായ സമീപനം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യപരമായ സമീപനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, റൈറ്റ്സ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുക, എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകുക. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഡെമോക്രസിയുടെ ഭാഗമാണെന്ന് പറയാം. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി എന്തൊക്കെയാണ്? അങ്ങനെ വരുമ്പോൾ വാട്ട് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി? ഡെമോക്രസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. എന്നിരുന്നാലും പോയിൻ്റ് വൈസായിട്ട് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. ഫലപ്രദമായ പങ്കാളിത്തമാണ് ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ജാതിഭേദമന്യേ, ഡിസ്പൈറ്റ് കാസ്റ്റ്, ക്രീഡ്, റേസ് ആൻഡ് എനി കളർ ഒന്നും പരിഗണിക്കാതെ എല്ലാവർക്കും ഒരേപോലെ പങ്കാളിത്തം നൽകുകയാണ് എന്നുള്ളതാണ് ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ എന്താണ്, എല്ലാവർക്കും ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ എക്സ്പ്രഷൻ, അവരുടെ അഭിപ്രായങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് നടത്താനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമാണ്. ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ്, ഞാനിവിടെ പറഞ്ഞു, വോട്ടിങ്ങിലുള്ള ഇക്വാലിറ്റി, തുല്യത, അതായത് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ഇല്ല, ജെൻഡർ ഇല്ല, ഒന്നുമില്ല, ഒരു വിവേചനവും ഇല്ലാതെ ഉള്ള തുല്യത. ആൻഡ് എൻലൈറ്റൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മറ്റൊന്ന്. എൻലൈറ്റൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, അതായത് റിലയബിൾ ഇൻഫോർമേഷൻ. അത് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇൻഫോർമേഷൻ നമ്മൾക്ക് ഗേദർ ചെയ്യാനുള്ള അവകാശം, വിവരങ്ങൾ ഗേദർ ചെയ്യാനുള്ള അവകാശം. നമുക്കറിയാം, ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒന്ന്, അത് ഏതിൻ്റെ ഭാഗമാണ്? ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പ്രോസസ്സ്. ഇറ്റ്സ് ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് ഇൻ അവർ കൺട്രി. നമ്മളുടെ രാഷ്ട്രത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. സപ്പോസ് ഇഫ് വാണ്ട് ടു ഗെറ്റ് എൻ ഇൻഫർമേഷൻ ഫ്രം എനി ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർ ഗവൺമെൻറ്റൽ ലെവൽ, യു ക്യാൻ ഗിവ് റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ക്വസ്റ്റ്യൻ ഫോർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ദേ വിൽ ബി പ്രൊവൈഡിങ് യു ആൻസേഴ്സ്. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം തരേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇനി മാത്രമല്ല മറ്റൊന്ന്, എക്സസൈസിങ് ഫൈനൽ കൺട്രോൾ ഓവർ ദ അജണ്ട എന്ന് പറയുന്നത് പീപ്പിൾ ഷുഡ് ഹാവ് എ സേ ഇൻ ഷേപ്പിംഗ് ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ആൻഡ് ഡിസിഷൻസ് എന്നതാണ്. അത് നിങ്ങൾക്ക് എഴുതാം. അതായത് ജനങ്ങൾക്ക് എന്തുണ്ട്? അതായത് ഒരു അധികാരമുണ്ട്. ഷേപ്പിംഗ് ഇമ്പോർട്ടൻറ്റ് പോളിസീസ്, അതായത് പദ്ധതികളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ആവിഷ്കരിക്കുന്നതിൽ വ്യക്തികൾക്ക് എന്തുണ്ട്? അതായത് പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നുള്ളത് കൂടി ഡെമോക്രസിയുടെ പ്രത്യേകത, എസെൻഷ്യൽ ഫീച്ചേഴ്സ്, അടിസ്ഥാന സവിശേഷതകൾ ആണ്.
എന്നാ വാട്ട് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി? നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെ മാത്രം കടന്നു പോകാം. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെമോക്രസി പോലെ അല്ലാതെ ഇൻ ഡെമോക്രസി ഓപ്പറേറ്റ്സ് ത്രൂ ഇലക്റ്റഡ് ഒഫീഷ്യൽസ് ഹു ലെജിസ്ലേറ്റ് ആൻഡ് ഫോർമുലേറ്റ് പോളിസീസ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ. നമ്മളുടെ ഡെമോക്രസിയെ എന്ത് പറയാം? ഇന്ത്യൻ ഡെമോക്രസിയെ നമ്മൾക്ക് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയാം. കാരണം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമ്മളുടെ പാർലമെൻറ്റിൽ MP ആകാനോ അല്ലെങ്കിൽ നിയമസഭയിൽ മെമ്പേഴ്സ് ആവാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തയക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമല്ലാത്തത് നമ്മളുടെ ചെറിയ രാഷ്ട്രമല്ല, ഒരുപാട് പേരുള്ളത് കൊണ്ട്, ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് എല്ലാവർക്കും മെമ്പേഴ്സ് ആവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്, പ്രാതിനിധ്യമാണ് കൊടുക്കുന്നത്. അതാണ് എലക്ഷനിലൂടെ എലക്റ്റഡ് ഒഫീഷ്യൽസാണ് പോളിസീസ് ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഭരിക്കുന്നതും ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിളാണ്. ജനങ്ങളുടെ സേയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട്. ഇതിന് ഒരു ഡെലിഗേറ്റഡ് പാർട്ടിസിപ്പേഷൻ, ഒരു ഡെലിഗേഷനാണ്. നമ്മൾ ഒരു പ്രതിനിധി അയക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രതിനിധികളാണ് നമ്മളുടെ പാർലമെൻറ്റ് മെമ്പേഴ്സും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സും MLA മാരും. അപ്പോൾ ഇത് ഏതിൻ്റെ ഉദാഹരണമാണ്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയുടെ ഉദാഹരണമാണ്. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അതായത് ഇലക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പേഷൻ ഇലക്ഷനിലുണ്ട്, അതുപോലെ തന്നെ ഇലക്ടറേറ്റ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്, ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, ഇവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമ്മൾ റൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡെമോക്രസി, ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത. പക്ഷേ അതേസമയം തന്നെ ഡയറക്റ്റ് ഡെമോക്രസി നമ്മൾക്ക് പോസിബിളല്ല. ചെറിയ രാഷ്ട്രമാണെങ്കിൽ, ആകെ കുറച്ച് പേര് മാത്രമാണെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി പോസിബിളാണ്. നേരിട്ട് എന്ത് ചെയ്യുക? എല്ലാവർക്കും ഈ പോളിസി മേക്കിങ്ങിൽ പങ്കാളികളാവാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഇൻ ഡെമോക്രസി. അതായത് ഡെമോക്രസിക്കുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഡെമോക്രസിയുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഡെമോക്രസിയുടെ ചാലഞ്ചസ് ഓർ പ്രോബ്ലംസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡെമോക്രസി ഈസ് നോട്ട് ഓൾവേസ് എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആണെന്ന്, ജനാധിപത്യം പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധ്യമല്ല. ഡെമോക്രസി ഈസ് എ വെരി ഗുഡ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെക്കാനിസം തന്നെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റാണ്, സോഷ്യൽ കൺസെപ്റ്റാണ്, അതുപോലെ തന്നെ ജസ്റ്റിസ് ഉണ്ട് അതിൽ. കാരണം എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കവിടെ ഉണ്ട്, നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. സപ്പോസ് നമ്മളിപ്പോൾ ഒരാളെ എലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് വിട്ട് കഴിഞ്ഞാൽ അയാൾ നമ്മളോട് റെസ്പോൺസിബിളാണ്. അതാണ് ഇതിൻ്റെ പോളിസി. നമ്മളോട് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇതിൻ്റെ ചാലഞ്ചസ് എന്താണെന്ന് നോക്കാം. അതായത് ഒന്ന് ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷനാണ്. ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 50% മാത്രമാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ കമ്പൽ ചെയ്ത് നമുക്ക് വോട്ട് ചെയ്യിക്കാൻ സാധ്യമല്ല. പക്ഷേ വോട്ടിംഗ് ഈസ് എ റൈറ്റ്. 50% ആണെങ്കിൽ 50% പാർട്ടിസിപ്പേഷൻ അവിടെ ഇല്ലാതായി. അപ്പോൾ കറക്റ്റ് നമ്മൾ എലക്ട് ചെയ്യുന്ന ഒരാൾ നമ്മളുടെ ആ പ്രദേശത്തെ എല്ലാ വ്യക്തികളുടെയും റെപ്രസെൻറ്റേഷൻ ആവണമെന്നില്ല. 50% പേരുടേത് മാത്രമാകുന്നു. അപ്പോൾ സം പീപ്പിൾ ഡു നോട്ട് വോട്ട് ഓർ എൻഗേജ് ഇൻ ഡിസ്കഷൻ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഡിസ്കഷനിൽ പങ്കാളികളാവുകയില്ല. ഇപ്പോൾ നമ്മൾ ഗ്രാമസഭ നടക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നത് എന്താണ് എല്ലാവരുടെയും ഫീലിംഗ്? ഡെമോക്രാറ്റിക് പ്രോസസ്സാണത്. ലോക്കൽ സെൽഫ് ലെജിസ്ലേറ്റീവ് തദ്ദേശീയ സ്വയംഭരണത്തിലെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് വരുന്നത്. അപ്പോൾ ഇവർ വിട്ടു നിൽക്കുമ്പോഴെന്താണ്? അത് പാർട്ടിസിപ്പേഷൻ ഫുള്ളാവുന്നില്ല. ഡെമോക്രസിയുടെ അതൊരു ചാലഞ്ചായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മിസ്ഇൻഫോർമേഷൻ, മറ്റൊന്ന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അല്ലെ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. മേ നോട്ട് ഹാവ് കറക്റ്റ് ഇൻഫർമേഷൻ ടു മേക്ക് ഗുഡ് ഡിസിഷൻസ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് തീരുമാനമെടുക്കണം? എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾക്ക് സഫീഷ്യൻ്റ് എഡ്യൂക്കേഷനില്ല, വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ എവിടെ നിന്ന് ഗ്യാദർ ചെയ്യണമെന്നോ എന്താണിത് കറക്റ്റ് തീരുമാനമെന്നോ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഡെമോക്രസിയുടെ ഒരു ഡ്രോബാക്ക് അഥവാ ചലഞ്ചായിട്ട് നമുക്ക് പറയാം. ആൻഡ് നൗ അതർ വൺ വി ക്യാൻ കൺസിഡർ ആസ് മൈനോറിറ്റി സപ്രഷൻ. സംടൈംസ് ദ മെജോറിറ്റി മേക്സ് ഡിസിഷൻസ് ദാറ്റ് ഹാം മൈനോറിറ്റി ഗ്രൂപ്പ്സ്. ഈ മൈനോറിറ്റി ഗ്രൂപ്പുകൾ നമുക്കറിയാം
മൈനോറിറ്റി ഗ്രൂപ്പുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു? അതായത് മെജോറിറ്റിയുടെ ഒപ്പീനിയൻ മാത്രം എടുത്തു പോകുന്നു. അപ്പോൾ മൈനോറിറ്റി സപ്രസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്കൽ മൈനോറിറ്റി ഉണ്ട്. പൊളിറ്റിക്കൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിലെ ഒരു പ്രദേശത്തെ ഒരു സ്വാധീനമുള്ള ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരൊന്നിച്ച് ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ അത് ആധിപത്യമില്ലാത്ത മൈനോറിറ്റി പൊളിറ്റിക്കൽ വാട്ട് എവർ മേ ബി ദ ഗ്രൂപ്പ്, വെദർ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ഓർ സോഷ്യൽ, ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവരെന്താണ് അവരുടെ വികാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. ആൻഡ് അതർ തിങ് ഈസ് കറപ്ഷൻ എന്ന് പറയുന്നത്, അതായത് അഴിമതി എന്ന് പറയുന്നത് ലീഡേഴ്സ് മേ മിസ്യൂസ് പവേഴ്സ് ഓർ ദെയർ ഓൺ ബെനിഫിറ്റ്. ഇവിടെ എങ്ങനെയും സംഭവിക്കുന്നുണ്ട്. കാരണം റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുമ്പോൾ ആ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി ഇറ്റ് കുഡ് ബി സീൻ, കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഈ പാർലമെൻറ്റ് മെമ്പേഴ്സ് ആവട്ടെ, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളവരാവട്ടെ, ഇവരവരുടെ പവർ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അനദർ ചാലഞ്ച്. ആൻഡ് നൗ കൺട്രോൾ ഓവർ ദ അജണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ, ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? അത് തീരുമാനമെടുക്കുന്നു. പലപ്പോഴും പാർലമെൻറ്റ് മെമ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സൊക്കെ ആണെങ്കിലും ഒരു അജണ്ടയിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഇത് ചിലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? വ്യക്തികളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൂടി എടുത്തതിന് ശേഷമാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നവും കൂടി നമുക്ക് കാണാൻ സാധിക്കും. സോ ദീസ് ആർ ദ ചാലഞ്ചസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഓർ ഡെമോക്രാറ്റിക് സിസ്റ്റം. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അതായത് ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിളാണ്, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, മറ്റുള്ളതുപോലെ ഡിഫിക്കൽട്ട് അല്ല. സോ ഡെമോക്രസി ഈസ് എ ഫെമിലർ കൺസെപ്റ്റ് ടു യു ഓൾ ബിക്കോസ് യു ഓൾ ആർ ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്, അതുപോലെ തന്നെ മറ്റ് ജോലി ചെയ്യുന്നവരാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക അത്. ഓക്കെ, ആൻഡ് നൗ കം ടു ദ അതർ പോയിൻറ്റ്. പാർട്ടി സിസ്റ്റംസ് ആണ്. പാർട്ടി സിസ്റ്റംസ്, വാട്ട് ആർ പാർട്ടി സിസ്റ്റംസ്? എന്താണ് ഈ പാർട്ടി സിസ്റ്റം എന്ന് പറയാം? ഇതും നിങ്ങൾക്ക് ഫെമിലറാണ്, വളരെ ഫെമിലറാണ്. കേരളത്തിലെ പാർട്ടി സിസ്റ്റം എന്താണ്? ഇതൊക്കെ എഴുതി വെക്കാം. കേരളത്തിലെ പാർട്ടി സിസ്റ്റം, അതുപോലെ തന്നെ ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം എന്താണ്? അപ്പോൾ വിത്തൗട്ട് പാർട്ടി സിസ്റ്റം ദർ ഈസ് നോ ഡെമോക്രസി. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാതെ എന്തില്ല? ഡെമോക്രസി ഇല്ല. സോ ഇൻ ഡെമോക്രസി പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേ എ വെരി ക്രൂഷ്യൽ റോൾ, വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ നമുക്കങ്ങനെ തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം ഡെമോക്രസി എന്ന് നമ്മളതിനെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും കറപ്റ്റ് ആവുന്നു. അതുപോലെ തന്നെ പ്രോ പീപ്പിൾ ഡിസിഷൻസ് വരുന്നില്ല. പ്രോ പീപ്പിൾ ഡിസിഷൻസ് ഉടൻ ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ, അത് കറപ്ഷൻ വരുന്നു. ലീഡേഴ്സ് അവരുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, നമ്മളിപ്പം പറഞ്ഞില്ലേ, ഓൺ ബെനിഫിറ്റ്, സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ദീസ് ആർ ദ ചാലഞ്ചസ്. അറ്റ് ദ സെയിം ടൈം പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഹാവിങ് എ വെരി പ്രൊഫൗണ്ട് റോൾ, വളരെ സുപ്രധാനമായൊരു പങ്കുണ്ട് ഏതൊരു ഡെമോക്രസിയിൽ. അപ്പോൾ പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോ പാർട്ടി സിസ്റ്റം ഉണ്ട്, ഒരു പാർട്ടിയും ഇല്ലാത്ത സിസ്റ്റം ഡെമോക്രസിയാണ്. പക്ഷേ സൗദി അറേബ്യ പോലെ ഇവിടെ എന്തില്ല? പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ചൊക്കെയാണ് അവർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത്, വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇൻ കൺട്രീസ് ലൈക്ക് ഒമാൻ, സൗദി അറേബ്യ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഈദർ ബാൻഡ് ഓർ ഹാവ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അവിടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇല്ല. അത് ബാൻ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ സിംഗിൾ പാർട്ടി സിസ്റ്റം ഉണ്ട്. ചൈനയിൽ CPP ആയിരുന്നു, ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റും. ഏത്? സിംഗിൾ പാർട്ടി സിസ്റ്റം. ഡൊമിനൻറ്റ് പാർട്ടി സിസ്റ്റം വേറെ മറ്റൊന്നാണ്. ഡൊമിനൻറ്റ് പാർട്ടി സിസ്റ്റം, അതായത് ഒരു പാർട്ടി അത് വളരെ ഡൊമിനൻ്റ് ആയിട്ട് ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിൽ ഒരു ഗവേണിംഗ് ഫോഴ്സായിട്ട്, അതായത് ഭരിക്കുന്ന ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഈ ഡൊമിനൻ്റ് പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 2 പാർട്ടി സിസ്റ്റം നമ്മൾക്കറിയാം, 2 പാർട്ടി സിസ്റ്റം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ US ഹാസ് ഓപ്പറേറ്റഡ് 2 പാർട്ടി സിസ്റ്റം സിൻസ് 19th century. പ്ലൂരാലിറ്റി ഓഫ് ഇലക്ട്രൽ സിസ്റ്റം, കൺട്രോൾ ഓവർ ഡിസ്റ്റിങ്ക്റ്റ് ബൗണ്ടറീസ്. അപ്പോൾ അതുപോലെ ഈ 2 പാർട്ടി സിസ്റ്റമാണ് ഇവിടെ ഈ പ്ലൂരാലിറ്റി ഓഫ് ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ പ്ലൂരാലിറ്റി, അതായത് അവിടെ കാണാൻ സാധിക്കും. അതായത് 2 പാർട്ടി സിസ്റ്റമാണ്, 2 പാർട്ടിയാണ് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയും എന്താണ്? 2 പാർട്ടി സിസ്റ്റമാണ്, അതായത് 2 പാർട്ടി സിസ്റ്റമാണ് ആസ്ട്രേലിയയിലും ഫോളോ ചെയ്ത് 2 പാർട്ടികൾ മാത്രമാണ്. അതേസമയം തന്നെ നമുക്ക് നോക്കാം മൾട്ടി പാർട്ടി സിസ്റ്റം. മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് വ്യത്യസ്ത പാർട്ടികളുള്ള സിസ്റ്റമാണ്. നമുക്കറിയാം, നമുക്കൊരു എക്സാമ്പിൾ ഇന്ത്യ മൾട്ടി പാർട്ടി സിസ്റ്റമാണെന്ന് പറയാം. ഒരുപാട് പാർട്ടികളുണ്ട്.
മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ കൊലീഷൻ ഗവൺമെൻറ് ഉണ്ടാവാം. കൊലീഷൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തൂക്ക് മന്ത്രിസഭ അല്ലേ, ഒരുപാട് പാർട്ടികൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് നമുക്കിപ്പോൾ അറിയാം NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA ഉണ്ട്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ഇതൊക്കെ കുറേ പാർട്ടികൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടി സിസ്റ്റംസ് ചിലപ്പോൾ എസ്സേയായിട്ട് ചോദിച്ചേക്കാം, അതൊന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എ സിമ്പിൾ എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ദിസ് പാർട്ടി സിസ്റ്റം ഹാസ് ബീൻ ഗിവൺ ടു യു. ഓക്കെ, അങ്ങനെ അതിന് ഈ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ ഒരുപാട് റീജിയണൽ പാർട്ടീസ് ഉണ്ട്, മൈനോറിറ്റി പാർട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പാർട്ടീസ് നമുക്ക് കാണാൻ സാധിക്കും. ദളിത് പാർട്ടി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ പാർട്ടി, റീജിയണൽ പാർട്ടീസ് ഉണ്ടാവും. ഈ റീജിയണൽ പാർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും ഒരു റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പാർട്ടി, പ്രാദേശിക പാർട്ടികൾ ഒക്കെ ഉണ്ട്. അതൊക്കെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇത്രയാണ് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ജനറലായിട്ട് മനസ്സിലാക്കാനുള്ളത്. Now, state Indian and Kerala perspectives of political parties. ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം. നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇന്ത്യയിലെയും കേരളത്തിലെയും പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്ന് വിശദമായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്കത് ഒന്ന് വായിച്ച് നോക്കണം. പേജ് നമ്പർ 218 ആണ്. 218 വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ മലയാളത്തിലെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും ചിലപ്പോൾ, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറയാം, BJP ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, CPIM മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട്, അതുപോലെ അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന AITC ഉണ്ട്, DMK ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് AITC, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് DMK, അപ്പോൾ ഇങ്ങനെ IUML, ഇങ്ങനെ കുറേ പൊളിറ്റിക്കൽ പാർട്ടീസ്, അങ്ങനെ ഒരു പാർട്ടി സിസ്റ്റം. അപ്പോൾ ഇന്ത്യയിലെ പാർട്ടികളിൽ ഇതിലൊക്കെ പ്രധാനമായിട്ട് ഏതൊക്കെ പാർട്ടികളാണ് കേരളത്തിൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ കേരളത്തിലാകുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട്, CPMൻ്റെ ആണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ കേരളത്തിൽ നാഷണൽ ലെവലുണ്ട്, ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റ്സ്, ട്രേഡ് യൂണിയൻസ്, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം. അതുപോലെ അതിൽ കേരളത്തിലെ മറ്റൊരു പാർട്ടിയും കൂടിയുണ്ട്, നമ്മളുടെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന AAP, അതായത് അതും ഇന്ത്യ ലെവൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ, അത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി. അതുപോലെ അതിൽ കേരളത്തിൽ ഏതൊക്കെയാണ്, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതിയാൽ മതി. യാതൊരു കാരണവശാലും ഒരു ഇൻക്ലിനേഷൻ എഴുതരുത്. പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായ പൊളിറ്റിക്കൽ ഐഡിയോളജിയൊക്കെ ഉണ്ടാവാം, അതൊക്കെ നല്ലതാണ്. നമ്മളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്നും, നമ്മളുടെ കുടുംബ ചുറ്റുപാടിൽ നിന്നും, അതുപോലെ തന്നെ ചരിത്രപരമായ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ അതൊന്നും എക്സാമിനേഷൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ജനറലായിട്ട് വളരെ ഇംപാർഷ്യലായിട്ട്, ഒരു പക്ഷപാതമില്ലാതെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫാക്ട്സ് മാത്രം പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ലീഡർഷിപ്പ് സെലക്ഷനും ഇൻറ്റേർണൽ ഡെമോക്രസിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക. അതായത് എങ്ങനെയാണ് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എങ്ങനെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, BJP മോഡൽ എന്താണ് BJP മോഡൽ ഓഫ് സെലക്ടിങ് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്ന BJP മോഡൽ എന്താണ്, CPIM മോഡൽ എന്താണ്, CPIM മോഡൽ ഓഫ് സെലക്ടിങ് ലീഡേഴ്സ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിലെ നമുക്ക് പറയുമ്പോൾ പ്രൊമിനൻ്റ് ലീഡേഴ്സിനെ കുറിച്ചൊക്കെ എഴുതാം. EMS ഉണ്ട്, EMS നമ്പൂതിരിപ്പാട്, പിണറായി വിജയൻ ഒക്കെ നമ്മളുടെ പ്രധാനപ്പെട്ട പ്രൊമിനൻ്റ് ലീഡേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് പാർട്ടിയെ നയിക്കുന്ന പ്രൊമിനൻ്റ് ലീഡേഴ്സാണ്, പവർഫുൾ ലീഡേഴ്സ് എന്നൊക്കെ, അതൊക്കെ എഴുതുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എഴുതാം, പക്ഷേ ഇൻക്ലിനേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റവും കേരള പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, ദ പ്രൊസീജിയേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് സെലക്ഷൻ പ്രൊസീജിയറാണ്. കാൻഡിഡേറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇലക്ഷന് നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിലും എങ്ങനെ
കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. ഒന്ന് ജനറലായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്കറിയാതെ BJP സെൻട്രൽ ലീഡർഷിപ്പാണ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ CPM കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് സെലക്ഷനാണ്. വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് താഴെത്തട്ടിൽ നിന്നാണ് സെലക്ട് ചെയ്യപ്പെട്ട് വരുന്നത്. താഴെത്തട്ടിലെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് CPIMൽ ലീഡേഴ്സിനെ സെലക്ട് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ഇങ്ങനെയൊക്കെ ജില്ലാ കമ്മിറ്റി, ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ കൺസെൻറ്റും അതുപോലെ തന്നെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരെയാണ് ലീഡേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ UDF എന്ന് പറയുമ്പോൾ UDF IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്നതാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷൻ, ലൈറ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കാൻഡിഡേറ്റ് സെലക്ഷൻ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ആ ഫാക്ട്സിന് അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ ഫാക്റ്റ് മാത്രം പ്രസൻറ്റ് ചെയ്താൽ മതി. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. പൊളിറ്റിക്കൽ പാർട്ടീസും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണത്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നണ്ട. കാരണം പ്രഷർ ഗ്രൂപ്പുണ്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. പ്രഷർ ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ദ നോട്ട് സീക്ക് ടു കൺട്രോൾ ഗവൺമെൻറ് ഓഫീസേഴ്സ് ത്രൂ ഇലക്ഷൻസ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ഷനിലൂടെ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെൻറ് മെഷീനറിയെ കൺട്രോൾ ചെയ്യുന്നില്ല, നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഒരു എക്സാമ്പിളായിട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ബിസിനസ് റെഗുലേഷൻസിനെ ആയിട്ട് ബന്ധപ്പെട്ട് സ്വാധീനിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ഇത് ചിലപ്പോൾ ഈ ഒരു സംഘടന ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാവാം എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI, അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. കേരളത്തിൽ അതേസമയം തന്നെ നമ്മൾ എൻവയൺമെൻറ്റൽ ഗ്രൂപ്പ് കാണാൻ സാധിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഗ്രൂപ്പ്, ഇതും ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ഇതൊക്കെ ചിലപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ഇത് ലെഫ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവർ നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. സോ അതാണ് പൊളിറ്റിക്കൽ പാർട്ടിയും ഇൻട്രസ്റ്റ് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, എക്സാമ്പിൾ എഴുതാൻ വേണ്ടി സാധിക്കും. നമുക്കിനി എന്താണ് ഈ പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നുണ്ട്. പ്രഷർ ഗ്രൂപ്പ്സ് എന്താണ് ഈ പ്രഷർ ഗ്രൂപ്പ്സ്? പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് സമ്മർദ്ദ ഗ്രൂപ്പ് എന്നൊന്നും എഴുതി വിഷമിക്കേണ്ട, പ്രഷർ ഗ്രൂപ്പ് എന്ന് തന്നെ എഴുതിയാൽ മതി. PRESSURE ഗ്രൂപ്പ്സ് സൈഡ് ഹെഡിങ് അത് മാത്രം എഴുതിയാൽ മതി. ആ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ വളരെ അവിഭാജ്യ ഘടകമാണ്. ഷേപ്പിംഗ് പബ്ലിക് പോളിസീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഡിസിഷൻസ്, പൊതു സിദ്ധാന്തങ്ങളും അതുപോലെ നിയമപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഗ്രൂപ്പുകളെയാണ് ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവരുടെ പ്രാതിനിധ്യം നമ്മൾ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് നാഷണൽ വിമൻസ് ക്രിസ്ത്യൻ ടെമ്പറൻസ് യൂണിയൻ എന്ന ഒരു യൂണിയൻ ഉണ്ട്. അതൊരു പ്രഷർ ഗ്രൂപ്പിന് ഉദാഹരണമാണ്. പ്രഷർ ഗ്രൂപ്പ് അതായത് ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയോട് ആക്ച്വലി അലീജിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അതുമായിട്ട് ബന്ധം കാണാൻ, ചില രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധം കാണാൻ സാധിക്കും. ഇതും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് പോലെ തന്നെ രാഷ്ട്രീയ ഇലക്ഷനുകളിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നമുക്ക് മറ്റൊന്ന്, ഇന്ത്യയിൽ അതായത് ആരോഗ്യരംഗത്ത് അതുപോലെ തന്നെ അഴിമതി രഹിതമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രഷർ ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന്, നമ്മളുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഒരു പ്രഷർ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ IAC ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ഒക്കെ പ്രഷർ ഗ്രൂപ്പിൻ്റെ
പ്രഷർ പൊളിറ്റിക്സ്, പ്രഷർ ഗ്രൂപ്പിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലോബിയിങ് ഉണ്ട്, ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നുണ്ട്, പബ്ലിക് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, മാസ് മൊബിലൈസേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേക കോസിന് വേണ്ടിയാണ്. ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒന്ന് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും മറ്റൊന്ന് കറപ്ഷനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രഷർ ഗ്രൂപ്പ്സാണ് ഇന്ത്യയിലെ ഈ രണ്ടെണ്ണം. ഓക്കെ, നമ്മളടുത്ത പോയിന്റിലേക്ക് പോകാം. അത് എന്താണ് നെക്സ്റ്റ്? നമുക്ക് ഗ്ലോബലൈസേഷനാണ്. ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ നിങ്ങൾക്കറിയാം, ഇക്കണോമിക് ആസ്പെക്റ്റാണ്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസ്, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്, വളരെ വിശാലമാണ്, വളരെ നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പല ടെക്സ്റ്റ് ബുക്കുകളും വായിച്ചപ്പോൾ കാണാൻ സാധിച്ചത് നല്ല ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഒരുപാട് ഡിസിപ്ലിൻസുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും അത്രയധികം നോളജ് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സോഷ്യോളജിയിലൊക്കെ ആണെങ്കിലും ഇക്കണോമിക്സ് അതുപോലെ തന്നെ സൈക്കോളജിക്കുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്തുകൊണ്ട് വളരെ വളരെ യുണീക്കായിട്ടുള്ള സിലബസാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിലൂടെ ഗ്ലോബലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇക്കണോമിക്സ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ, ഓർ അതർവൈസ് വി ക്യാൻ സേ ജനറൽ ടേം ആണ് ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ? നമുക്ക് നോക്കാം. ഇപ്പോൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസിൽ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ സോഷ്യോളജി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി അതിന് ഉദാഹരണമാണ്. ഏതാണ് സോഷ്യോളജി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മാർക്സ് വെബറിൻ്റെ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മാർക്സ് വെബറിൻ്റെ അതോറിറ്റി? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് കരിസ്മാറ്റിക് അതോറിറ്റി, ലീഗൽ റേഷണൽ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തതായിട്ട് ഓർക്ക്. ട്രഡീഷണൽ അതോറിറ്റി ഒക്കെ പ്യൂർലി സോഷ്യോളജിയാണ്, സോഷ്യോളജിക്കൽ കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ വിശാലമായിട്ട് എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ കണ്ടാലറിയാം അത്രയും റിച്ചാണ്. പക്ഷേ നമ്മളത് മനസ്സിലാക്കി സമയം കണ്ടെത്തി പഠിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായിട്ടും കോഴ്സ് കഴിയുമ്പോഴേക്കും കിട്ടും. നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, ഒക്കെ അപ്രീഷിയബിളാണ്. ഓക്കെ, നോക്കാം. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഗ്ലോബലൈസേഷൻ, വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം എന്ന് മലയാളത്തിൽ പറയും. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്കറിയാം എന്താണ് ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ഫാക്ട്സ് വെച്ചിട്ട് എഴുതാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ വായിച്ചിരിക്കണം. ഞാൻ പറയാം, ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് സെപ്പറേറ്റ് നേഷൻസ്, റീജിയൻസ്, ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ് ഇൻ ടു എ ലാർജർ ഗ്ലോബൽ സിസ്റ്റം എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സംയോജനം, വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ സംയോജനമാണ്, അതുപോലെ പ്രദേശങ്ങളുടെ സംയോജനമാണ്, ഗ്രൂപ്പുകളുടെ സംയോജനമാണ്, വ്യക്തികളുടെ സംയോജനമാണ്. ലാർജർ ഗ്ലോബൽ സിസ്റ്റമായിട്ട്, ഒരു വലിയ ഗ്ലോബൽ സിസ്റ്റമായിട്ട് സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗം. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് ടു ഹിസ്റ്ററി 1991 ആണ് ന്യൂ ഇക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇക്കണോമിക് ജൈൻ്റ് എന്നാണ്, ബുദ്ധിരാക്ഷസനാണ്, സാമ്പത്തിക ശാസ്ത്രത്തിലെ ബുദ്ധിരാക്ഷസൻ തന്നെയാണ് അദ്ദേഹം. ധനകാര്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് അന്ന് വരെ പിന്തുടർന്നു വന്ന സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പദ്ധതികൾ മുന്നോട്ടേക്ക് വെച്ചത്. ഇന്നും നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് പിന്തുടർന്നു വരുന്ന ആ പോളിസികൾ തന്നെയാണ്. അതിലൊന്നും മാറ്റം വരുത്താൻ സാധ്യമല്ല. കാരണം നമ്മൾ പുതിയ എറയിലാണ്, പുതിയ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് ഡെവലപ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഗ്ലോബലൈസ്ഡ് വേ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് നമ്മൾക്ക് ആവശ്യമെങ്കിൽ മാത്രമേ വികസനം ഉണ്ടാവൂ. ജോലി സാധ്യതകൾ നമ്മൾക്കറിയാം. ഇപ്പോൾ അമേരിക്കൻ കമ്പനികളുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനികളുടെ വർക്ക് നമ്മളിവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ സ്മാർട്ട് ബോയ്സ്, സ്മാർട്ട് ഗേൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. നമ്മളുടെ ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്, ഉദാരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം വ്യക്തികൾ പരസ്പരമുള്ള ചലനം, രാഷ്ട്രങ്ങളിലുള്ള ചലനം, അതുപോലെ തന്നെ രാഷ്ട്രങ്ങളെ സംയോജിപ്പിക്കുക, അതുപോലെ പ്രദേശങ്ങളെ സംയോജിപ്പിക്കുക ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അന്ന് വരെ നമ്മുടെ പിന്തുടർന്ന് വന്ന നയം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ്. നമ്മളുടെ ഇക്കോണമിയുടെ വാതിലുകൾ പുറം രാജ്യങ്ങളിലേക്ക് പോകാനും വരാതെയും കുറച്ച് അടച്ചിരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ
ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ നിയന്ത്രണങ്ങളിലൊക്കെ കുറേ അയവ് വരുത്തുകയാണ് ചെയ്തത്. ബിസിനസ് ഓപ്പറേഷൻസിന്, അതുപോലെ തന്നെ മൾട്ടി ലെവൽ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് കടന്നു വരാനുള്ളത്, ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. ഇപ്പം കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേരളത്തിൽ നമ്മളൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഗ്ലോബലൈസേഷൻ്റെ. കേരളത്തിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് സീക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്. ഇതിൽ സാമ്പത്തിക ഇൻ്റഗ്രേഷൻ സംയോജനം മാത്രമല്ല, രാഷ്ട്രീയ സംയോജനമുണ്ട്, സാമൂഹിക സംയോജനം, കൾച്ചറൽ സാംസ്കാരിക സംയോജനം ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡേവിഡ് ഹെൽസ് പെർസ്പെക്റ്റീവ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഒരു പ്രത്യേക വ്യക്തിയെ നമ്മൾ ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡേവിഡ് ഹെൽഡിൻ്റെ പെർസ്പെക്റ്റീവ്, സമീപനം എന്താണ്? ഗ്ലോബലൈസേഷനിൽ ഡേവിഡ് ഹെൽഡിൻ്റെ സമീപനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡേവിഡ് ഹെൽഡ്സ് പെർസ്പെക്റ്റീവ്? എക്സ്പാൻസ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ബൈ ഐഡൻറ്റിഫൈങ് 3 key processes that define. നോക്കാം, 3 പ്രക്രിയകളാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്, ഡേവിഡ് ഹെൽഡ്. അതായത് എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതിൽ സ്ട്രെച്ചിങ് റിലേഷൻസ് ആണെന്ന്. സ്ട്രെച്ചിങ് റിലേഷൻസ്, ബന്ധങ്ങളങ്ങനെ മുന്നോട്ടേക്ക് നീക്കിക്കൊണ്ട് ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ആണ്. എവരിവെയർ ബന്ധങ്ങൾ സ്ട്രെച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. നാഷണൽ ബൗണ്ടറീസ് കടന്നുകൊണ്ട് ബന്ധങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നു എന്നാണ്. എന്ത് ബന്ധങ്ങളാണ്? ഇൻഡിവിജ്വൽ റിലേഷൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ റിലേഷൻസ് ഉണ്ട്, സോഷ്യൽ കണക്ഷൻസ് ഉണ്ട്, അക്രോസ് നാഷണൽ ബൗണ്ടറീസ്. അതാണ് സ്ട്രെച്ചിങ് റിലേഷൻസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ ബൗണ്ടറീസ്, രാജ്യത്തിൻ്റെ ബൗണ്ടറി കടന്നുകൊണ്ടുള്ള ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ. ദിസ് ഈസ് വെരി കറക്റ്റ് ബിക്കോസ് ഇൻ്റർനാഷണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെസ്ട്രിക്ഷൻസിൽ അയവ് വരുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ നമുക്കറിയാം, ഫെറ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആ 1991 വരെ പിന്തുടർന്ന് വന്ന പോളിസീസ് ആയിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. അപ്പോൾ അതിലൊക്കെ അയവ് വരുത്തിയിട്ട് എന്താണ്, നമ്മൾ പരസ്പരം ട്രേഡ് നടത്താനുള്ള, രാഷ്ട്രങ്ങൾക്ക് ട്രേഡ് നടത്താനുള്ള, നമ്മളുമായി ട്രേഡ് നടത്താനുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ വൈഡ് സ്പ്രെഡ് ടെക്നോളജി, അതായത് ഒക്കെയാണ് സ്ട്രെച്ചിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഗ്ലോബലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് ഹെൽഡിനെ ചോദിച്ചില്ല പോലും ഈ പോയിൻ്റ് എഴുതാം, സ്ട്രെച്ചിങ് റിലേഷൻസ് എഴുതാം. ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ഗ്ലോബലൈസേഷൻ്റെ മറ്റൊന്ന്. അതായത് ഇൻറ്റൻസിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്. നെറ്റ്വർക്കിൻ്റെ ഇൻറ്റൻസിഫിക്കേഷൻ, നമ്മൾ ഗ്ലോബൽ നെറ്റ്വർക്ക് ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. കാണാൻ സാധിക്കും, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ലോകത്തെവിടെയുള്ള കാര്യങ്ങളും ബ്രൗസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള നെറ്റ്വർക്ക് റിലേഷൻഷിപ്പ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡീപ്പനിങ് ലോക്കൽ ഗ്ലോബൽ റിലേഷൻസ്, അതുപോലെ ഗ്ലോബൽ റിലേഷൻസിനെ ഡീപ്പൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ അധികം അഗാധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദി സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഈസ് ദ ഡീപ്പനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് ഗ്ലോബൽ സ്ഫിയേഴ്സ്. അതായത് റിലേഷൻസ് ഗ്ലോബൽ ആൻഡ് ലോക്കൽ, തദ്ദേശീയവുമായും ആഗോളപരമായ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഡീപ്പൺ ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ സവിശേഷതയാണ്. അതായത് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ സവിശേഷതയാണെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ജനറലായിട്ട് എഴുതാം, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചോദിക്കണമെന്നില്ല. സോ ദീസ് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. നമുക്ക് ഗ്ലോബലൈസേഷൻ ഇത്രമാത്രം പ്രധാനപ്പെട്ട പോയിൻ്റ് വരുന്നത്. സോ യു ആർ ഹാവിങ് ദ ഷോർട്ടേജ് ഓഫ് ടൈം, ദാറ്റ്സ് വൈ എക്സ്റ്റൻഷൻ ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്, എന്താണ് അതിൻ്റെ ഗ്ലോബലൈസേഷനെ കുറിച്ച് പൊതുവായ ചർച്ചയ്ക്ക് ഞാൻ വിടുന്നു. നിങ്ങൾക്കറിയാവുന്ന പോയിൻറ്റ്സ് ഒന്ന് റിവ്യൂ ചെയ്യുക. ഗ്ലോബലൈസേഷൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്. അതായത് ആ കോൺസിക്വൻസസിൽ പ്രധാനമായിട്ട് ഇക്കണോമിക് ഇമ്പാക്റ്റ് ആണ്, സാമ്പത്തികമായ ഇമ്പാക്റ്റ്. ഇപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ കോൺസിക്വൻസ് മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, സൈബർ ഇഷ്യൂസാണ്, സൈബർ പ്രോബ്ലംസ് കാണാൻ സാധിക്കും അല്ലേ, സൈബർ ത്രെട്ട്സ്, അതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ കോൺസിക്വൻസ്. ഇങ്ങനെ കോൺസിക്വൻസും ചോദിച്ചേക്കാം. ഗ്ലോബലൈസേഷൻ്റെ കോൺസിക്വൻസ് അഥവാ തിക്തഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റ് ആണെങ്കിലും അതിന് കുറച്ച് കോൺസിക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് ജനറലൈസ് ചെയ്ത് ജനറലായിട്ടൊന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളുടെ ജനറൽ ഐഡിയാസ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ നൗ ദ നെക്സ്റ്റ് വൺ ഈസ് എൻവയൺമെൻറ്റലിസം എന്നാണ്. ആസ്പെക്റ്റ് ഓഫ് എൻവയൺമെൻറ്റലിസം, ആ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് മാത്രമാണ് ഞാൻ എടുത്തു തരുന്നത് നിങ്ങൾക്ക്. ആസ്പെക്റ്റ് ഓഫ് എൻവയൺമെൻറ്റലിസം ക്വസ്റ്റ്യൻ ചോദിക്കും തീർച്ചയായിട്ടും. ആസ്പെക്റ്റ് ഓഫ് എൻവയൺമെൻറ്റലിസം, എന്താണ് എൻവയൺമെൻറ്റലിസം എന്ന് പറയുന്നത്? ഇപ്പോൾ എന്താണ് എൻവയൺമെൻറ്റൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്? എൻവയൺമെൻറ്റൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം.
എൻവയൺമെൻറ്റലിസം. ഇപ്പോൾ എൻവയൺമെൻറ്റൽ സയൻസുമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് നമുക്കിവിടെ റിലേഷൻ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻ്റർ കണക്ഷൻ ഇൻ ബിറ്റ്വീൻ എൻവയൺമെൻറ്റൽ സയൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പോൾ എൻവയൺമെൻറ്റലിസം എന്ന് പറയുന്നത് സോഷ്യൽ ഇനീക്വാലിറ്റി അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഇനീക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റിയും ഇക്കണോമിക് എൻവയൺമെൻറ്റലിസം എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇക്വാലിറ്റിയും ഇക്കണോമിക് ഇക്വാലിറ്റിയും, അതായത് സിസ്റ്റമാറ്റിക് എൻവയൺമെൻറ്റ് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിലൂടെ സോഷ്യൽ ഇക്വാലിറ്റി ഡെവലപ്പ് ചെയ്യുക, സാമൂഹിക സമത്വം ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഇക്വാലിറ്റി, അതായത് പരിസ്ഥിതിപരമായ ഇക്വാലിറ്റിയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻവയൺമെൻറ്റലിസം എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ എൻവയൺമെൻറ്റലിസം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും സെമിനാറുകളും നടന്നിട്ടുണ്ട്. വളരെ മുൻപേ തന്നെ സെമിനാറുകൾ, അതുപോലെ ചർച്ചകൾ, ഡിബേറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കണോമിക് എൻവയൺമെൻറ്റലിസത്തിൻ്റെ സുപ്രധാനമായ ഒരു ആസ്പെക്റ്റ് എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇപ്പം കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാം, എൻവയൺമെൻറ്റൽ ത്രെട്ട് വരുന്നുണ്ട്, പരിസ്ഥിതിക്ക് ഭീഷണി വരുന്നുണ്ട്. ആ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതൊക്കെ അതിൻ്റെ കൺസെപ്റ്റാണ്. ഇത് എൻവയൺമെൻറ്റലിസം എന്നതിൻ്റെ കൺസെപ്റ്റാണ്. എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. സസ്റ്റൈനബിലിറ്റി, സുസ്ഥിര വികസനമായിരിക്കണം. ഫോർ ദ കമ്മിങ് ജനറേഷൻസിന്, അടുത്ത തലമുറക്ക് റിസോഴ്സസ് ഇവിടെ ബാക്കി വെച്ചുകൊണ്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് ഏതിൻ്റെ ഭാഗം? എൻവയൺമെൻറ്റലിസത്തിൻ്റെ കൺസെപ്റ്റ്. ഇതിൽ സോഷ്യൽ ഈക്വാലിറ്റി ഉണ്ടായിരിക്കണം, ഇക്കോളജിക്കൽ ഈക്വാലിറ്റി ഉണ്ടായിരിക്കണം, ബാലൻസ് വരണം. ഹ്യൂമൻ സൊസൈറ്റീസും എൻവയൺമെൻറ്റും തമ്മിലുള്ള ബാലൻസ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഈ റോഡ് വികസനമൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ഇക്കോളജിക്കൽ ഇനീക്വാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇക്കോളജിക്കൽ ഈക്വാലിറ്റി ഉണ്ട്, നമുക്കറിയാം വികസനത്തിനെതിരല്ല ആരും. പക്ഷേ നമ്മൾ എൻവയൺമെൻറ്റലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ എൻവയൺമെൻറ്റിനെ ഡിസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട്, നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചില ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ത്രെട്ടിൻ്റെ ഭാഗം. അപ്പോൾ അതിലൊരു അവെയർനെസ്സാണ് ഈ എൻവയൺമെൻറ്റലിസത്തിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത്. സോഷ്യൽ ഈക്വാലിറ്റിയും ഇക്കോളജിക്കൽ ഈക്വാലിറ്റിയും ഉണ്ടായിരിക്കണം. ഏതിൻ്റെ ഭാഗമായിട്ട്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് എന്നാണ് എൻവയൺമെൻറ്റലിസ്റ്റുകൾ, പരിസ്ഥിതിവാദികൾ പറയുന്ന ഒരു സുപ്രധാനമായ കാര്യം. അതായത് അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻവയൺമെൻറ്റലിസം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നൊക്കെയുള്ള പോയിൻറ്റ്സാണ് നമ്മൾ എൻവയൺമെൻറ്റലിസവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതേണ്ടത്. അതിന് ശേഷമുള്ള പേജുകളിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. ഏതായാലും ഇത്രയും കാര്യങ്ങൾ എൻവയൺമെൻറ്റലിസം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടൈം ഷോർട്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ബ്രീഫ് അപ്പായിട്ട് നിങ്ങൾക്കൊരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ തരുന്നത്. ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ആ പഠിച്ചത് അതിന് പുറമെ ഈ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്തുകൊണ്ട്, അതായത് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എനിവേ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ ലേണേഴ്സ്. ഓക്കെ.